സൈലം ബാങ്കിങ്. അപ്പോൾ എല്ലാവരും തിരക്കിട്ട എക്സാം പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? ചില എക്സാംസിന്റെ പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് റിസൾട്ട് വന്നു, അപ്പോൾ ഇന്റർവ്യൂ പ്രിപ്പറേഷനിലായിരിക്കും. ചിലതാണെങ്കിൽ മെയിൻസ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇനിയും കുറേ എക്സാംസ് വരാനിരിക്കുന്നുണ്ട് അല്ലേ? അതെ, ഒരുപാട് എക്സാംസ് ആണ് നമുക്കിനി വരാനുള്ളത്. നമ്മുടെ RRB POയും RRB ക്ലർക്കും കഴിഞ്ഞു, IBPS POയുടെ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ RRBയുടെ ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട് നമുക്ക്. ഇനി അത് കൂടാതെ നമുക്ക് SBI PO ഉണ്ട്, SBI ക്ലർക്ക് ഉണ്ട്, RBI അസിസ്റ്റന്റ് ഉണ്ട്, LBO എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി PO എക്സാംസിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ആ ഇന്റർവ്യൂവിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ മിസ്സേ? നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്, നമുക്ക് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ, എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇപ്പോൾ RRB PO മെയിൻസിന്റെ റിസൾട്ട് വന്നു അല്ലേ? അപ്പോൾ കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. എല്ലാവരും ഇന്റർവ്യൂവിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയിപ്പോൾ വളരെ ചെറിയ മാർക്കിന് മെയിൻസ് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പ്രിലിംസ് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതിപ്പോൾ RRB PO മാത്രമല്ല, എല്ലാ എക്സാംസിനും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒട്ടും വിഷമിക്കാണ്ടിരിക്കുക. നമുക്ക് ഒരു ദിവസം വരും അല്ലേ? നമ്മുടെ ആ ദിവസം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അന്താളിച്ച് നിൽക്കാൻ പാടില്ല. നമ്മൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് തരാനാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് RRB PO ആണ് നമ്മുടെ നെക്സ്റ്റ് വരാനുള്ള, ഇപ്പം അടുത്ത് വരാൻ പോകുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മിസ്സേ, ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്റർവ്യൂവിന് എങ്ങനെ പോകണം? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലോ. അതെ, കാണുമ്പോൾ തന്നെ മനസ്സിലാകണം നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കണം. നമ്മൾ കഴിവതും പറയുക, നമ്മളിപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും നമ്മൾ ഡ്രസ്സസ് ലൈറ്റ് കളേഴ്സ് പ്രിഫർ ചെയ്യണമെന്ന് പറയും. അതിപ്പം ചുരിദാർ ആണെങ്കിലും സാരി ആണെങ്കിലും, അല്ലെങ്കിൽ മിസ്സേ ഇപ്പോൾ ബോയ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷർട്ടും പാൻസും ടക്കിൻ ചെയ്തിട്ട് ഷർട്ടും പാൻസും ഇടുക. പക്ഷെ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മിനിമൽ ലുക്ക്, സ്റ്റാൻഡേർഡ് ആയിട്ട് മിനിമൽ ലുക്കിൽ പോവാന്ന് പറയുന്നത്. ഫോമൽ ലുക്ക് ആയിരിക്കണം, ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഫീൽ ചെയ്യണം. പക്ഷെ നമ്മൾ ഓവർ മേക്കപ്പോ ഓവർ ജ്വല്ലറിയോ ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ നമ്മൾ ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗേൾസിന് ഇപ്പൊ സാരി ഇടാം അല്ലെ? സാരി ഇടാം, ചുരിദാർ ഇടാം. പിന്നെ ഫോമൽസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്തിടുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിപ്പോ സാരി ഉടുക്കുകയാണെങ്കിൽ വളരെ ഫോമൽ ആയിട്ടുള്ള നീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് നീറ്റ് ആയിട്ട് ഉടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ചുരിദാർ ഇടുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ബ്രൈറ്റ് കളറുള്ള മിന്നുന്ന പോലത്തെ സാധനങ്ങളൊന്നും ഇടാതിരിക്കുക. ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ ഷോള് നിർബന്ധമായിരിക്കണം, അത് വളരെ നീറ്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് ചുരിദാറിന്റെ സൈഡിൽ പിൻ ചെയ്ത് വെക്കുക. അതായത് നീറ്റ് ലുക്ക്. നല്ല മിനിമൽ ആയിട്ടുള്ള കുർത്തി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പലാസോസ് യൂസ് ചെയ്യേണ്ട. പലാസോസ് യൂസ് ചെയ്യുന്ന അത്ര അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ലെഗിൻസ് യൂസ് ചെയ്യാം, പക്ഷെ കുറച്ച് ലെങ്ത് ഉള്ള ടോപ്പ് ഒക്കെ നമ്മൾ കണ്ട നമുക്കൊരു ഫോമൽ ലുക്ക്, നമ്മളൊരു കല്യാണത്തിന് പോകുന്ന ഒരു ഫീൽ അല്ല, നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്ന ഫീൽ ആയിരിക്കണം ശരിക്കും നിങ്ങൾ ആ ഒരു പാനലിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്കുണ്ടായിരിക്കേണ്ട ഒരു ഇംപ്രഷൻ നിങ്ങളെ പറ്റിയിട്ട്. ചപ്പൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഹീലുള്ളതൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഹാഫ് ഷൂസ് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഭയങ്കര ഫാൻസി ചപ്പൽസ് യൂസ് ചെയ്യാതെ ഹാഫ് ഷൂസ് ഒക്കെ നമ്മുടെ വിരലുകളും ബാക്കും കാലിന്റെ ബാക്കും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷൂസ് യൂസ് ചെയ്യുക. അതായിരിക്കും നല്ലത്. ബോയ്സിനാണെങ്കിലും ഫുൾ ഷൂസ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ ടൈ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇങ്ങനെ ലൂസ് ആക്കി വെച്ചിട്ടുള്ള ടൈസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. പകരം കറക്റ്റ് ആയിട്ട് ടൈ എവിടെയാണോ പൊസിഷൻ ചെയ്യേണ്ടത് അവിടെ കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യുന്ന രീതിയിൽ ടൈ യൂസ് ചെയ്യുക. ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും ടൈ യൂസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ആവുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒരു 2 ദിവസം ടൈ കെട്ടി നടക്കുക. ആൾക്കാർ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താ ടൈ കെട്ടി നടക്കുന്നതെന്ന് തോന്നുമെങ്കിൽ നമുക്ക് കംഫർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ടൈ ഇനി എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ടൈ ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇടുക, അതൊരു മെയിൻറ്റെയിൻ ചെയ്യാം. ഇനിയിപ്പോ ബ്ലേസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് നമ്മൾ കല്യാണത്തിനൊന്നും പോകുന്ന പോലെ അത്ര ആഷ് പുഷ് ടൈപ്പ് ബ്ലേസേഴ്സ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നീറ്റ് ആയിട്ട്, അതായത് നമുക്ക് ഇന്റർവ്യൂവിന് ടൈപ്പ് ഉള്ളതുണ്ട്, അതേപോലെ ബ്ലാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് നേവി ബ്ലൂ പോലെയുള്ള കോട്ട് അല്ലെങ്കിൽ മഞ്ഞയും പച്ചയൊന്നും യൂസ് ചെയ്യാതിരിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സ്പെക്സിന്റെ കാര്യം. അപ്പം ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് ആണല്ലോ മഞ്ഞ പച്ച ഫ്രെയിം ഒക്കെ ഉള്ളത്, വലിയ സ്പെക്സ്. അപ്പൊ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളിപ്പോ സ്പെക്സ് റെഗുലർലി വെക്കുന്നവരാണെങ്കിൽ അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്തോളാം. പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. പിന്നെ മിസ് കൂളിംഗ് ഗ്ലാസ് ടൈപ്പ്, അത് പിന്നെ ഓൾറെഡി അറിയാം, അവരെന്തായാലും ഇന്റർവ്യൂവിന് പോകില്ല. അപ്പോൾ ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരു ഫോമൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ജ്വല്ലറി ആണെങ്കിലും ഒരുപാട് വലിയ മാല, വലിയ കമ്മല് ഇതൊന്നും യൂസ് ചെയ്യാതെ സാരിക്ക് മാച്ച് ചെയ്ത് നമ്മൾ അത്രയും ഓവർ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. വളരെ മിനിമൽ ജ്വല്ലറീസ് ഉണ്ടല്ലോ. അപ്പം
അത് നിങ്ങൾ ഇന്റർവ്യൂ മേക്കപ്പ് ആണെങ്കിൽ പോലും അവരങ്ങനെ കണ്ണൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാവും കണ്ണ് എഴുതിയാൽ മാത്രമേ അവർക്കൊരു അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയ മാതിരി ഫീൽ ചെയ്യുന്നുള്ളവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ, വളരെ ലൈറ്റ് ആയിട്ട് കാജൽ യൂസ് ചെയ്യുക. കണ്ണിങ്ങനെ തെയ്യം പോലെ ഒന്നും വരയ്ക്കാതെ ഒരു ലൈറ്റ് മേക്കപ്പ് ആയിരിക്കണം, ഒരു ഫോമൽ ലുക്ക് ആയിരിക്കണം. അപ്പൊ അത്യാവശ്യം ഇവർക്ക് ഡ്രസ് കോഡിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ മിസ്സേ, നമ്മള് ഡ്രസ്സിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് ഡോറൊക്കെ തുറന്ന് നമ്മൾ ഇന്റർവ്യൂ പാനലിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കരുതണം? ഓൾറെഡി നമ്മുടെ അനുശ്രീ മിസ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതണം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കാണുക. അപ്പൊ മിസ്സേ, നമുക്കത് വേഗത്തിലൊന്ന് പറയാം. കാരണം നമ്മൾ പ്രിലിംസും മെയിൻസും കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒന്നുപോലും മിസ് ചെയ്യരുത് നമ്മുടെ അശ്രദ്ധ കൊണ്ട്. അപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡോക്യുമെന്റ്സ്. ഇതിൽ ഒന്നും മിസ്സായാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കെയർലെസ് മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത്. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ കോൾ ലെറ്റർ, അതിന്റെ പ്രിന്റ് ഔട്ട് ആവശ്യമാണ്. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇനിയിപ്പോ എടുത്ത് വെക്കാത്ത ആൾക്കാരുണ്ടാവും സാർ. നമ്മള് എന്ത് ചെയ്യാ, ഇപ്പൊ ആപ്ലിക്കേഷൻ നമുക്ക് വീണ്ടും കോൾ ലെറ്റർ വന്നതിന് ശേഷം ആപ്ലിക്കേഷന്റെ ലിങ്ക് ഒന്നും കൂടി ആക്റ്റീവ് ആവും. ഇവർക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ അത് ക്യാരി ചെയ്യാം. ഫോട്ടോ ഐഡന്റിറ്റി, നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ഏതെങ്കിലും, ആധാർ കാർഡോ അങ്ങനെ ഏത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതൊക്കെ. പിന്നെ ഒരു കോപ്പി എടുത്ത് വെക്കുക, അതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ 10th or SLC മാർക്ക് ഷീറ്റ്, പിന്നെ 12th, പിന്നെ അതിനുശേഷം ഡിഗ്രി. അതേപോലെ മിസ്, ഡിഗ്രിക്ക് ഇവർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഫൈനൽ മാർക്ക് ലിസ്റ്റ് മാത്രം മതിയോ അല്ലെങ്കിൽ GP ഉള്ളത്? എനിക്കൊന്ന് 2 എണ്ണമായിട്ടായിരിക്കും വരിക. അപ്പൊ അത് രണ്ടും നിങ്ങൾ എടുക്കുക, രണ്ടിന്റെയും കോപ്പി എടുത്ത് വെക്കല്ലേ വേണ്ടു, നിങ്ങൾ കൊണ്ടുപോവാം. പിന്നെ നമുക്ക് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് നിങ്ങളെങ്കിൽ യു ക്യാൻ ക്യാരി പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റും കൂടി ക്യാരി ചെയ്യുക. പിന്നെ നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങൾ EWS കാറ്റഗറി ആണോ, EWS എടുക്കുക. നോൺ ക്രീമി ലെയർ ആണോ, OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അത് ഡേറ്റ് ഒക്കെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ചോണം. കാരണം നമുക്ക് ആ ഒരു 1 year വാലിഡിറ്റി ആണുള്ളത്. നമ്മൾ കാറ്റഗറി, നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ഏത് കാറ്റഗറി ആണോ കൊടുത്തത് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉറപ്പായിട്ടും അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിൽ അവര് പെടുത്തില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ക്വാളിഫൈ ആവാനും ചാൻസ് വളരെ കൂടുതലാണ്. പിന്നീട് വരുന്നതാണ് നമ്മുടെ നിങ്ങൾ മുന്നേ ഏതെങ്കിലും പബ്ലിക് സെക്ടർ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ബാങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ബാങ്ക് മാത്രമല്ല എവിടെയെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പിന്നെ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും മസ്റ്റ് ആയിട്ടും ക്യാരി ചെയ്യാം. പിന്നീട് നമ്മുടെ ഡിസബിലിറ്റി, എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ക്യാരി ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പിൻ ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ പാനൽ മെമ്പേഴ്സിന് അടുത്തേക്ക് പോവാണ് അല്ലെ. അപ്പൊ നമ്മൾ അവരെ വിഷ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ്. അപ്പൊ നമ്മൾ ഒരാളെ മാത്രം നോക്കി ആയിട്ടായിരിക്കരുത്. നിങ്ങൾക്ക് ഏത് ടൈമിലാണോ ഇന്റർവ്യൂ ആ ഒരു ടൈം നോക്കി നിങ്ങൾ എല്ലാ പാനൽ മെമ്പേഴ്സിനും നോക്കിയിട്ട് വിഷ് ചെയ്യുക. ജസ്റ്റ് ഒരു സ്മൈൽ ആകാം അല്ലെ, ഒരു പ്ലസന്റ് സ്മൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ പാനിക് ആയിട്ടേ ഇത് അങ്ങോട്ട് കഴിഞ്ഞു പോകും. അതെ, പാനിക് ഒന്നും ആവാതെ ഭയങ്കര കൂളായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഫാമിലിയാണ്. അപ്പൊ നമ്മുടെ വിഷിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇന്റർവ്യൂവിലേക്ക് എൻ്റർ ചെയ്യാണ് അല്ലേ. അപ്പൊ നമ്മളെടുത്ത് അവിടെ എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. HR ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ചില ഇന്റർവ്യൂവിലാണെങ്കിൽ ഇപ്പൊ HR ലെവൽ ആദ്യം പിന്നെ ടെക്നിക്കൽ ലെവൽ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല, രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകും അല്ലേ. അത് പാനലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ മിസ് പാനലിലുണ്ടെങ്കിൽ മിസ് ഉറപ്പായിട്ട് എന്തായിരിക്കും ചോദിക്കുക? ടെക്നിക്കൽ കൂട്ടി ചോദിക്കാം. കാരണം മിസ്സിന്റെ സബ്ജക്റ്റ് ഏതാ എന്ന് പറയുന്നത് പോലെ അത് പാനലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചിലപ്പോൾ ടെക്നിക്കൽ ആയിരിക്കും, ചിലപ്പോൾ മിക്സ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ നമ്മൾ എല്ലാത്തിനും എന്തായിരിക്കണം, കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചോദിച്ചാലും അതിന് കോൺഫിഡന്റ് ആയിട്ടുള്ള ഫേസിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്കൊരിക്കലും എന്റെ സൈഡ് HR സ്ട്രോങ് ആണ് അതുകൊണ്ട് ഞാൻ HR മാത്രം പഠിക്കും, അല്ലെങ്കിൽ എനിക്ക് ടെക്നിക്കൽ സ്ട്രോങ് ആണ് അതുകൊണ്ട് ഞാൻ അത് മാത്രം പഠിക്കും, അങ്ങനെ വിചാരിക്കാനേ പാടില്ല. രണ്ടിലും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് HR ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഇപ്പൊ നമുക്ക് ആദ്യം വരാനുള്ള ഇന്റർവ്യൂ എന്ന് പറയുന്ന RRB PO ആണല്ലോ. RRB PO ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് RRB POയ്ക്ക് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ പറയാം. പക്ഷേ ഇതൊക്കെ എല്ലാ ബാങ്കിങ് ഇന്റർവ്യൂവിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ടെക്നിക്കൽ ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവില്ല അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും? HR ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമ്മളെ പറ്റി പറയാനായിട്ടായിരിക്കും പറയാ അല്ലെ. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അപ്പൊ ഏതൊരു ഇന്റർവ്യൂവിന് പോയാലും നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ എസ്സേ പോലെ പറയണോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് വളരെ കുറച്ച് സമയമാണ് നമ്മളെ പറ്റി പറയാൻ കിട്ടുക. വാചാലനാവാൻ പാടില്ല അല്ലേ. അതെ, വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എന്തൊക്കെ പോയിന്റ്സ് പറയണം എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, അതൊന്ന് ഫ്രെയിം ചെയ്യുക. വേണമെങ്കിൽ കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക,
വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടായിരിക്കണം പറയേണ്ടത്. ഒരുപാട് വാരി വലിച്ച് പറയാതിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, അല്ലേ മിസ്? ആദ്യം എന്ത് പറയണം, എവിടെയാണ് ഗ്രാജുവേഷൻ പ്ലേസ് ചെയ്യേണ്ടത്, അപ്പൊ നമ്മളെ ഏത് രീതിയിൽ പ്ലേസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് തന്നെ ഈ ഇൻട്രൊഡക്ഷൻ ഒരു കാര്യമാണ്. കാരണം അവർക്ക് നിങ്ങളെ പറ്റി ആദ്യമായിട്ട്, കാരണം നമുക്ക് അവരെ ആരെ അറിയില്ല, നിങ്ങളെ ആ ഒരു കുറച്ച് ടൈമിലാണ് അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെ ഒന്ന് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്ന് അവരുടെ ഉള്ളിൽ എന്തുണ്ടാക്കണം, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണം. അപ്പൊ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. അതെ. ഇനി നെക്സ്റ്റ് വരുന്ന കാര്യമാണ് നമ്മൾ ഏത് സിറ്റി ആണെന്നൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയല്ലേ. അപ്പോ ഇതിന്റെ അകത്തിൽ പറയും നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്ന് വരുന്നു എന്നുള്ളത്. ഇപ്പം മിസ് എവിടെയാ? കണ്ണൂരല്ലേ? അപ്പൊ കണ്ണൂർ എന്താ മിസ് പ്രത്യേകത? അവിടെ ഭയങ്കര തെയ്യത്തിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്, തെയ്യവും തിറകളുടെ നാട് എന്നൊക്കെയാണ് ചിലപ്പോൾ കണ്ണൂർ അറിയപ്പെടുക. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കണ്ണൂരാണെന്ന്, അപ്പൊ ചിലപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ? കാരണം ഇപ്പൊ നമ്മൾ വരുന്ന സിറ്റി, അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് നമുക്കൊരു ബോധമുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും അവര് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് പറയുമ്പോൾ നിങ്ങളുടെ സിറ്റി പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സിറ്റിയെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് അവെയർ ആയിട്ടിരിക്കുക, ന്യൂസസ് കാണുക, പേപ്പർ വായിക്കുക, അതൊക്കെയാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന കാര്യമാണ് നമ്മൾ പഠിച്ച ഗ്രാജുവേഷൻ പറയുമല്ലേ. ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിൽ ഇപ്പൊ ഇലക്ട്രോണിക്സ് ആണ്, ഞാനിപ്പോ ഇലക്ട്രോണിക്സ് ആണ്, ഇലക്ട്രിക്കൽ ആണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ ഈ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയും. ഉറപ്പായിട്ടും അതിൽ നിന്ന് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ ഉറപ്പായിട്ടും അവർക്ക് അറിയുന്ന കാര്യമായിരിക്കും, നമുക്കത് അറിയില്ല എന്നുള്ളത്. അതെ. അപ്പൊ നമുക്കിപ്പോ നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ഞാൻ പഠിച്ചോട്ട് പറഞ്ഞു പോവാണ്. ലൈക്ക് നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചെങ്കിലും ഡിഗ്രി ആണ് പഠിച്ചെങ്കിലും കെമിസ്ട്രി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ പഠിച്ചത് നമ്മൾ ഉറപ്പായിട്ടും മറന്നു പോയിട്ടുണ്ടാവുന്ന ഇന്റർവ്യൂ പാനലിന് 100% അറിയാം. പക്ഷേ നമ്മൾ ബേസിക് കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം. കാരണം ഉറപ്പായിട്ടും, കാരണം നമ്മളൊരു ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 4 കൊല്ലം, ഡിഗ്രി ആണെങ്കിൽ 3 കൊല്ലം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ അന്ന് പഠിച്ച കാര്യത്തിനെ പറ്റിയിട്ടുള്ള ബേസിക് നോളജ്, ഇപ്പം എനിക്കൊന്ന് കൂടുതൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഡിഗ്രി ഹോൾഡേഴ്സും ഉണ്ടാകും. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവോ എന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന, നമുക്ക് ഇലക്ട്രിക്കലുകാരാണെങ്കിലും ഇലക്ട്രോണിക്സുകാരാണെങ്കിലും ഫാരഡേസ് ലോ പോലെയുള്ളത്, അല്ലെങ്കിൽ സർക്യൂട്ട്സ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ് സർക്യൂട്ട് പോലെയുള്ള കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ, നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ ജനറേറ്റേഴ്സ്, അതെ നമുക്ക് ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ആസ്പിറൻസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആള് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പൊ ബേസിക് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള നമ്മളുടെ ഗ്രാജുവേഷനിൽ നിന്നുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. നിങ്ങൾ ഒന്ന് അസ് എ ഹോൾ ഒന്ന് നോക്കിയിട്ട് പോകും. ഇപ്പൊ എഞ്ചിനീയറിംഗ് ചെയ്തവരാണെങ്കിൽ പ്രോജക്ട് ചിലപ്പോൾ ചോദിക്കാം ഇവരടുത്ത്, പ്രോജക്ട് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അതിപ്പോ ഏതാണെങ്കിലും, ഇപ്പൊ കമ്പ്യൂട്ടർ ആണെങ്കിലും വേറെ, ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗിന്റെ കാര്യം മാത്രമല്ല, അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ബാക്കി ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും ചോദിക്കുക. അപ്പൊ നിങ്ങളുടെ പ്രോജക്ട് ഉറപ്പായിട്ടും ഉണ്ട്, പ്രോജക്റ്റ് ഉണ്ട്. ലാസ്റ്റ് ഇയറിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് അസ് എ ഹോൾ നോക്കിയിട്ട് പോവുക. അപ്പൊ മിസ്സേ, നമ്മളിപ്പം HR ക്വസ്റ്റ്യൻസ് ആ ഫോളോ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇത് മാത്രമല്ല, ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു HR ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ടെക്നിക്കലിലേക്ക് പോകുന്നതല്ലേ, അല്ലെങ്കിൽ മിക്സപ്പ് ചെയ്ത് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് അപ്പൊ നോട്ട് ചെയ്ത് വെക്കാനും ഈ ഒരു പാറ്റേണിൽ പറയുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ HR-ൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ ബാങ്കിങ് എന്ന് ചോദിക്കുന്നത് അല്ലേ. വൈ ബാങ്കിങ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് വരുന്നു? ഇപ്പൊ പല ഗ്രാജുവേഷൻ ചെയ്തവരുണ്ടായിരിക്കും, ഇപ്പൊ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടായിരിക്കും, BSc ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടായിരിക്കും, പല സബ്ജക്ട് ഉണ്ടായിരിക്കും. ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്തുകൊണ്ട് ബാങ്കിങ്ങിലേക്ക് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഒരു മറുപടി അവിടെ പറയാനുണ്ടാവണം. കാരണം വ്യക്തവും അത് നമ്മളിങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കാതെ മറുപടി കൊടുക്കരുത്. കൃത്യമായി എഴുതി വെച്ച് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ സാലറി ആയിരിക്കും ഫസ്റ്റ് അട്രാക്ഷൻ, പക്ഷെ നമ്മൾ അതായിരിക്കരുത് അന്നേരം പറയേണ്ടത്. അതൊരു ഫാക്ടർ ആയിട്ടേ പറയാൻ പാടുള്ളൂ. പൊതുവെ എല്ലാവരും ബാങ്ക് എക്സാം ഓപ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താ മിസ്സേ, 6 മാസത്തിൽ ജോലിയാണല്ലേ. പഠിക്കാനുള്ള ഒരു മനസ്സ് മതി. 6 മാസത്തിൽ എക്സാം എഴുതുന്നു, റിസൾട്ട് വരുന്നു, ജോലി കിട്ടുന്നു, നല്ല സാലറി. ഏത് എക്സാമിനെ വെച്ച് നോക്കിയാലും ഏറ്റവും സിലബസ് കുറവും നമ്മുടെ ബാങ്ക് എക്സാമിനാണ്. പിന്നെ ഹൈ സാലറി, അലവൻസ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ആദ്യം ഒരിക്കലും നമ്മൾ ഇതിലായിരിക്കരുത് പറയുന്നത്. ഇത് സ്ട്രെസ് ചെയ്ത് നമ്മൾ ഒരിക്കലും പറയരുത്. മനസ്സിലുള്ള കാര്യം പുറത്തു വന്ന് പോവരുത്. അതെ, നമ്മള് ഇതെല്ലാം ഒരു ഫാക്ടറാണ്, നമുക്കിതെല്ലാം അറിയാം എന്നവരെ ബോധ്യപ്പെടുത്താം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് നിങ്ങൾ ബാങ്കിങ് സെക്ടറിൽ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ നമ്മളെ ബാങ്കറായിട്ട് എടുത്തത് കൊണ്ട് ആ ബാങ്കിന് എന്തൊരു അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തണം. ഇപ്പൊ നമുക്ക് ബാങ്കിങ്, ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ടെക്നോളജി ആയിട്ട് കൂടുതൽ
എക്സ്റ്റെൻഷവലി യൂസ്ഡ് ആണ്. നമുക്കിപ്പം ഒരുപാട് ആപ്പ് ഉണ്ടാകും, കാര്യങ്ങളുണ്ടാകും. SBIന്റെ കാര്യം എടുക്കാം. SBIയുടെ പ്ലാറ്റ്ഫോം ആണ് യോനോ. യോനോ എന്ത് ചെയ്തു? യോനോ 2.0 അപ്ഡേറ്റ് ചെയ്ത് ഒന്നും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് ഇറക്കി. യോനോ 2.0 അപ്ഡേഷൻ വന്നു. അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് ഇന്റർവ്യൂവിൽ. ഇപ്പം നമുക്ക് RRBയുടെ കേസ് പറയുകയാണെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നെറ്റ് ബാങ്കിങ് ആയിക്കോട്ടെ, എന്തെങ്കിലും അപ്ഡേഷൻസ് ആയിക്കോട്ടെ, പെട്ടെന്ന് ഒരു കസ്റ്റമർ വന്നാലും നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം അവരിലേക്ക് പറഞ്ഞാൽ അത് ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് നമ്മളവിടെ പ്ലേസ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഒരു നമുക്ക് ടെക്നോളജി അറിയാം, അത് ആ കാര്യങ്ങൾ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, ആ കാര്യങ്ങൾ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയേഴ്സ് ആയിരിക്കും. കാരണം 4 കൊല്ലം അത്രയും ടഫ് ആയിട്ടുള്ള കാര്യം പഠിച്ചിട്ട് നിങ്ങൾ എന്തിനൊരു ബാങ്കർ ആകുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ട് എനിക്ക് ബാങ്കിങ്ങിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതേ കാര്യം തന്നെ വേണമെങ്കിൽ BSc പഠിച്ച ആൾക്കാർക്കും പറയാൻ പറ്റും. കാരണം ടെക്നോളജിക്കലി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ടെക്നോളജിക്കലി വന്ന അപ്ഡേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക, ബാങ്കിങ്ങിൽ വന്ന കാര്യങ്ങളും പഠിച്ചു വെക്കുക. അതിൽ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് അവിടെ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ് അല്ലെ. ബാങ്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സംഭവമാണ് പെട്ടെന്ന് ഒരു പ്രോബ്ലം നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാന്നുള്ളത്. റീസണിങ് ആണ് എന്റെ സബ്ജക്ട് അല്ലെ. അപ്പൊ എനിക്കത് വേണമെങ്കിൽ പറയാം, നമുക്കൊരു ലോജിക്കൽ റീസണിങ് കപ്പാസിറ്റി എനിക്കുണ്ട്, എനിക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ, കാരണം ഇവർ ഓൾറെഡി ഭയങ്കര ലോജിക്കൽ റീസണിങ് പവർ ഉള്ളവരായിരിക്കും. കാരണം മിസ്സിന്റെ ക്ലാസ് പലപ്പോഴും കണ്ടിട്ടുണ്ട് 58 നിലയുള്ള പസിൽസോ ഫ്ലോർ ബേസ്ഡ് പസിൽസ്, അതൊക്കെ കടന്നിട്ടാണ് അവർ ഇന്റർവ്യൂവിൽ എത്തിയത്. അപ്പൊ ഉറപ്പായിട്ടും ആ ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇല്ലാത്ത കാര്യം പറയല്ല, നിങ്ങൾക്ക് ഓൾറെഡി അത് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അത്രയും ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയത്. പക്ഷെ അത് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഒരുപാട് ഓവർ കോൺഫിഡൻസിൽ പറയണം എന്നല്ല, പക്ഷെ പറയുമ്പോഴായാലും നമ്മളൊരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പറയാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ പവർ ചെയ്ത് പറയുന്ന രീതിയിലേക്ക് പോകാതിരിക്കുക. ഇതുപോലെ വേറെ നമുക്ക് RRBക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഇപ്പൊ ഏത് ബാങ്ക് എക്സാം ആയാലും നമുക്ക് മോണിറ്ററി പോളിസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ RRB എത്രയുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എത്രയാണ്. അടുത്ത നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എങ്ങനെയാണ് ഈ പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. നിങ്ങൾ ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനെ എക്സാമ്പിൾ കോട്ട് ചെയ്ത് പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഒരു അവയർനെസ് ഉണ്ട് എന്ന് ഇന്റർവ്യൂറിനെ ബോധ്യപ്പെടണം. അല്ലാതെ ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞു അങ്ങനെയല്ല. ഒരു ബെറ്റർ സാലറി അല്ലേ ഒരു PO ആണെന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എക്സാംസുകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാലറി സാലറിയാണ്.